മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൊച്ചിയിൽ നിന്ന്. കൊച്ചിയിലെ സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദ് എന്ന 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ അധ്യാപകരുടെ മൊഴിയെടുക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ തെളിവെടുപ്പ് ഇന്നും തുടരും. ഇന്നലെ കളക്ടറേറ്റിൽ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഹാജരായിരുന്നു. വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആദ്യം ഈ കുട്ടി പഠിച്ചിരുന്ന സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഒരു MBA-കാരനാണ്. ഇങ്ങനെ ഒരു പോസ്റ്റിലിരിക്കാൻ യോഗ്യത ഉണ്ടായിരുന്ന ആളല്ലെന്ന് പറയുന്നു. ഈ സ്കൂളുകളുടെ അംഗീകാരത്തെപ്പറ്റി പല വാർത്തകൾ വരുന്നു. ഇങ്ങനെ പല വാർത്തകളും ഈ കേരളത്തിലെ തന്നെ, കൊച്ചിയിലെ എന്നല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തമായ 2 സ്കൂളുകളെ പറ്റി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇനി സ്കൂൾ അധികൃതർ പ്രതിരോധത്തിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. തെളിവെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാതാപിതാക്കളുടെയും 2 സ്കൂളിലെയും അധികൃതരുടെയും മൊഴിയെടുത്തു കഴിഞ്ഞു. മൊഴിയെടുപ്പ് ഇന്നും തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിഹിറിന്റെ സഹപാഠികളുടെ ചോദ്യം ചെയ്യൽ ഇനി നടക്കാനുണ്ട്. അതുപോലെ തന്നെ സഹപാഠികളുടെ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ അവരുടെ മെസ്സേജുകൾ, ചാറ്റുകൾ ഉൾപ്പെടെയുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ മിഹിർ 3 മാസം മുൻപ് പഠിച്ചിരുന്ന ജംസ് സ്കൂൾ വൈസ് പ്രിൻസിപ്പലിനെ ഇതുമായി ബന്ധപ്പെട്ട സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നത്തെ തുടർന്ന് മിഹിറിനെ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് ഈ വൈസ് പ്രിൻസിപ്പാളിന്റെ ഈ അസ്വസ്ഥത മാറാൻ വീണ്ടും അദ്ദേഹം ആ സസ്പെൻഷൻ കാലാവധി നീട്ടുകയും ചെയ്തു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. ആ സമയത്ത് മിഹിറിന്റെ എക്സാം ടൈം ആയിരുന്നു. അത് മിഹിറിന്റെ പഠനത്തെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങി എന്നുള്ളതായിരുന്നു മാതാപിതാക്കളുടെ പരാതി. ഇത് കാണിച്ച് മാതാപിതാക്കൾ നേരത്തെ ബാലാവകാശ കമ്മീഷൻ മുൻപാകെ പരാതി നൽകിയിട്ടുമുള്ളതാണ്. അതിനുശേഷമാണ് ആ സ്കൂളിൽ നിന്നും മിഹിറിനെ ഈ പരാതിയെ തുടർന്ന്, ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്നാണ് മിഹിറിനെ ആ സ്കൂളിൽ നിന്നും ഈ ഗ്ലോബൽ സ്കൂളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇത് മാത്രമല്ല, പോക്സോ കേസിന്റെ സാധ്യതയുണ്ടോ എന്നും പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പല ചോദ്യങ്ങൾക്കും കൃത്യമായും മറുപടി നൽകാൻ സ്കൂൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞതുപോലെ സഹപാഠികളെ ചോദ്യം ചെയ്യും. സഹപാഠികളുടെ ചാറ്റിംഗ് രേഖകളും അതുപോലെ PTA മീറ്റിങ്ങുകളുടെ മിനിറ്റ്സുകളും ഹാജരാക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഷാജഹാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.